അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിജുല്ലാഹ്. ഫാത്തിഹ മാലിക് യൗമിദ്ദീൻ അവിടെയാണ് നമ്മൾ ഇന്നലെ വെച്ചത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഗുണങ്ങളിങ്ങനെ എടുത്തങ്ങ് പറഞ്ഞപ്പോൾ അള്ളാഹുവാണ് ഏറ്റവും അല്ലാഹു അക്ബർ. ബിസ്മി ചൊല്ലി അർറഹ്മാൻ റഹീം പറഞ്ഞു. അൽഹംദുലില്ലാഹി ലോകരക്ഷിതാവാണ്, റഹ്മാൻ റഹീമാണ്, അന്ത്യദിനത്തിൻ്റെ ഉടമസ്ഥരായ അള്ളാഹു എന്ന് പറഞ്ഞപ്പം മനസ്സിന് ഓനൊന്ന് കാണണമായിരുന്നു. അങ്ങനെ ഉണ്ടല്ലോ, ഒരാളെപ്പറ്റി കുറേ അങ്ങ് കേൾക്കുമ്പോൾ എന്നെപ്പോൾ ഒന്ന് കാണണേ പോകാം, അയാളൊന്ന് കാണണമായിരുന്നു. ഏതോ ഒരു വലിയ മഹാനെപ്പറ്റി ചില ഗുണങ്ങളൊക്കെ പറഞ്ഞ് പിന്നെയും അയാളെ ഗുണം കേൾക്കുന്നത്, പിന്നെയും അയാളെ ഗുണം കേൾക്കുമ്പോൾ ഇനി എന്താ തീർക്കാൻ, എത്ര പൈസ ചിലവാക്കില്ല, നമുക്ക് നേരിട്ടൊന്ന് പോയിട്ട് കണ്ടൂടെ മുപ്പറേ എന്നാ അടുത്തേക്കെത്തി. മാലിക് യൗമിദ്ദീൻ അങ്ങ് പറഞ്ഞപ്പോഴേ ഇനിയിങ്ങനെ പറഞ്ഞാൽ പോലെ ഓനൊന്ന് കാണണം. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. അള്ളാഹുവിലേക്ക് അങ്ങ് തിരിഞ്ഞ് പടച്ചവനെ ഇതുവരെ ഓനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടുന്ന് മനസ്സങ്ങോട്ട് ചെയ്യണം. നമ്മൾ നിസ്കാരത്തിൽ ഫാത്തിഹ ഓതുമ്പോൾ ഇങ്ങനെ നടക്കണം, മനസ്സ് ഇങ്ങനെ നടക്കണം. അത് എടുത്ത് തുടങ്ങണം. ഒളു എടുത്തിട്ട് 2 റക്അത്ത് സുന്നത്തിച്ചിട്ട് നിസ്കരിച്ച് 2 മിനിറ്റ് മുമ്പോത്തെ ഇരുന്ന് ദിക്ർ ചൊല്ലി വജ്ഹത്ത് ഓതി സുന്നത്ത് നിസ്കരിച്ച് സലാം വീട്ടുന്നവരെ വേറെ ചിന്തയില്ലാതെ ഇങ്ങനെ വരുമ്പോൾ അതൊക്കെ വരും. ഇതിന് മാമ കൈകട്ടി ഓടി വന്ന് അള്ളാഹു പറയാലോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഗുണങ്ങളൊക്കെ അങ്ങ് കേൾക്കുമ്പോൾ, ഒരു വലിയ മഹാൻ്റെ കുറേ ഗുണങ്ങൾ കേൾക്കുമ്പോൾ ഓനെ ഒന്ന് അയാളെ ഒന്ന് കാണണമായിരുന്നു എന്നുള്ള ആഗ്രഹം അങ്ങ് വന്നിട്ട് പിന്നെ അതിന് എത്രയും പൈസ ചിലവാക്കിയെത്തി ഓൻ്റെ മുമ്പിലെത്തുന്നല്ലോ. ഇതാണ് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. അർഹമുർ റഹീമീനായ റബ്ബേ, നിന്നെപ്പറ്റി അമ്പിയാക്കന്മാർ മുഖേന ഞാൻ കേട്ടിട്ടുണ്ട് റബ്ബേ, റസൂലുള്ളാഹി എന്ന് കേട്ടിട്ടുണ്ട്, ആരിഫീങ്ങളുടെ പട്ടിന് ഞാൻ നിൻ്റെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്ന പഠിച്ചവനെ. റഹ്മാനായ റബ്ബേ, നിൻ്റെ ഗുണങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കി. റഹ്മാനും റഹീമാണ്, ഖിയാമത്ത് ഉടമസ്ഥനാണ്. എനിക്ക് നിന്നോട് ഒരപേക്ഷ സമർപ്പിക്കാനുണ്ട് റബ്ബേ. ഇഹ്ദിനസ് സിറാത്ത് ഇയ്യാക നഅ്ബുദു, നിനക്ക് മാത്രം ഞാൻ ആരാധിക്കുന്നു, വഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞാൻ സഹായം ചോദിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ മരിക്കുന്നവരെ നീ അല്ലാതൊരു പടച്ചവനുണ്ട് എന്ന് ഞാൻ വിശ്വസിച്ചിട്ടില്ല, വിശ്വസിക്കുന്നില്ല. ആ ഔലിയാക്കന്മാർ തങ്ങന്മാർ പോയിട്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1.25 ലക്ഷം നബിമാരുടെ നേതാവായ റസൂലുള്ള പടച്ചവനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നിട്ട് വേണ്ടേ ഇബ്രാഹിം നബിനെ വിശ്വസിക്കുന്നില്ല, എന്നിട്ട് വേണ്ടേ വൈദീശോ ഏതോ ഔലിയോ പടച്ചവനെ വിശ്വസിക്കും. ഒരു ഔലിയനെയും ഞാൻ പടച്ചവനാണ്, ഇയ്യാക നഅ്ബുദു, നിനക്ക് മാത്രമേ ഞാൻ ആരാധിക്കുന്നു, നീ മാത്രമാണ് ആരാധനക്കർഹൻ, നിനക്ക് മാത്രം ഞാൻ ആരാധിക്കുന്നു, നിന്നോട് മാത്രം എല്ലാ സഹായങ്ങളും ഞാൻ ചോദിക്കുന്നു. ഇവിടെ ബന്ധപ്പെട്ട വിഷയം പിന്നീട് നമുക്ക് ഇൻഷാ അല്ലാഹ് തവസ്സുലും ഇസ്തിഗാസയും യാഗോസുഹിദ്യം വിളിച്ച കാഫിറാവുന്നുള്ള വിഷയം ഇപ്പോൾ ഞാൻ പറയുന്നില്ല. നിനക്ക് മാത്രം, നിന്നോട് മാത്രം ഞാൻ സഹായം ചോദിക്കുന്നു. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഒരു മുസൽമാന് വേണ്ട ചിന്തയാണിത്. 17 പ്രാവശ്യം ഇത് പറയണം ഒരു മുസ്ലിം. എന്താണ് ആ വിഷയം? നരകം കാക്കണം, സ്വർഗത്തിൽ ഹൂറുലീങ്ങളെ കിട്ടണം, കാലകാലം സ്വർഗത്തിൽ കഴിയണം എന്നൊന്നല്ല ചോദിക്കുന്നു. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, മുസ്തഖീമായ നേരായ വഴിയിൽ ഞങ്ങളെ നീ ചേർക്കണേ അല്ലാ. ഞങ്ങളെ നീ ചേർക്കണം. അസ്സിറാത്തൽ മുസ്തഖീം, സത്യമായ വഴിയിലേക്ക് ഞങ്ങളെ നീ ചേർക്കണം. ഹിദായത്ത് ഞങ്ങളെ മനസ്സ് ഉറപ്പിച്ച് നിർത്തണം. മരിക്കുന്നവരെ ഈമാനിൽ ഞങ്ങൾ ഉറപ്പിച്ച് നിർത്തണം. ഇത് ഉമ്മാൻ്റെ പള്ളിയിൽ നിന്ന് പുറത്ത് വരുമ്പോൾ ആദ്യം കേട്ടതാണ് അല്ലാഹു അക്ബർ, അള്ളാഹു ഏറ്റവും വലിയവനാണ്. ഈ ചിന്തയിൽ തന്നെ മരിപ്പിക്കണം. അന്ന് കുറേ കാലം നിസ്കരിച്ച് നോമ്പെടുത്ത് കുറേ ആൾക്ക് ദീനെല്ലാം പഠിപ്പിച്ച് അവസാനം കാഫിറായി ചത്താലോ നഅൂദുബില്ലാ. ആ അവസ്ഥ ഞങ്ങൾക്ക് നീ വരുത്തല്ലേ അല്ലാതെ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അതിനാണ് ഈ 17 പ്രാവശ്യം മുസ്തഖീമായ വഴിയിൽ ഞങ്ങളെ അടിയുറപ്പിച്ച് നിർത്തണം അല്ലാന്നാ. മുസ്തഖീമായ വഴിയിൽ എത്തിക്കണം എന്നല്ല ഒരു മുസ്ലിം ആയത്തോന്നും അർത്ഥം. ലഫ്ദിൻ്റെ നേരെ അർത്ഥം സത്യമായ വഴി കാണിച്ചണമെന്നാ. വഴിയിൽ നടക്കുന്നയാൾക്ക് പിന്നെ കാണിച്ചെന്ന് പറയേണ്ട ആവശ്യമുണ്ടാ? പിന്നെന്താ? തെങ്ങുമ്മ കയറുമ്പോൾ തരുന്ന് പറയുമ്പോൾ അവിടെ മോനെ ഉറക്കം പിടിക്കണേ, തൈമ കയറുന്നവനോട് പിന്നെ ഉറക്കം പിടിക്കാന്ന് പറയേണ്ട ആവശ്യമുണ്ടാ? പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു പുതുക്കടി
എടാ കൈ ഒന്ന് മുറുക്കെ പിടിക്കണേ. അപ്പോൾ നടന്ന് വഴി നോക്കണം വെച്ചാൽ ആ മുസ്തഖീം ആ വഴിയിൽ ഞങ്ങളെ ഉറപ്പിക്കണേ അല്ലാ. മരിക്കുന്നവരെ ഈമാൻ തെറ്റാതിരിക്കണം അല്ലാ. അതാണ് ഇഹ്ദിന സിറാത്ത്. ഒരു മുസൽമാൻ 24 മണിക്കൂറും ഏടെ മക്കാമിൽ പോയാലും ഏടെ സിയാറത്തിന് പോയാലും ഏത് ഔലിയനെ കിട്ടിയാലും ഏത് സയ്യിദിനെ കിട്ടിയാലും ഏത് കൂട്ടുദ്വാക്ക് പോയാലും ഒരു ദ്വാക്ക് ഉത്തരം കിട്ടപ്പെടുന്ന ആളെ കണ്ടാൽ നമ്മൾ ഒന്നാമത്തെ ദ്വാര ഹിദായത്തോടെ എൻ്റെ വയലെ മക്കളെ ഹിദായത്താക്കി ഈമാനോടെ പഠിപ്പിക്കാൻ ദ്വാരക്കണം. മുൻകഴിഞ്ഞ സാലിഹ്യങ്ങളായ കളവും കളവിയും എല്ലാവരും ഒരു തരീക്കെട്ടുകാരെ കണ്ടാൽ പറയുന്ന ദ്വാരായിരുന്നു, ഉസ്താദെ ഈമാൻ സലാമത്തായി മരിക്കാൻ ദ്വാരക്കണേ. ഇപ്പം ഉണ്ടാ ഉസ്താദെ നാലഞ്ച് മക്കളുണ്ട്, ഒന്നും ബർക്കത്തില്ല, അത് വരക്കണം. ദുബൈയിലുണ്ട് 3-4 ഒന്നും കാര്യമില്ല, ബർക്കത്തിൻ്റെ വരക്കണം, ബർക്കത്തിൻ്റെ വരക്കണം. എപ്പോഴും ദുനിയാവന്നെ, ഏടെ പോയാൽ ദിക്റുകൾക്ക് പോയാൽ ദുആ തന്നെ, പള്ളിയിൽ പോയാൽ തന്നെ, സലാത്തിന് പോയാൽ ദുനിയാവെല്ലാം അള്ളാഹുവിനോട് ചോദിക്കാം. പക്ഷേ നമ്മൾ ദ്വാരക്കണ്ടേ ഈമാൻ സലാമത്താവാൻ. അതാണ് ഈ ദുആ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. മുസ്തഖീമായ വഴിയിൽ ഞങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണം, സത്യമായ വഴിയിൽ ഞങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണം. സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാലിൻ. ആമീൻ. ഖാലിഖുൽ ഖൽഖായ റബ്ബ്, രാജാതിരാജനായ റബ്ബ് നമ്മുടെ ലോകത്തിൻ്റെ ഉത്ഭവം മുതൽ ഖിയാമത്ത് വരെയും അതിന് മുമ്പും ശേഷമുള്ള വിവരങ്ങൾ എല്ലാം അറിയുന്നവനാണ് അല്ലാഹ്. കാരണം അള്ളാഹ്ക്ക് ആദ്യ അവസാനമില്ലല്ലോ. അള്ളാഹ്ക്കറിയാം ഇവിടെ സംഭവിക്കാൻ പോകുന്നതെല്ലാം. എല്ലാവരും പറഞ്ഞ് നമ്മളതാണ് സത്യവഴി ഇതല്ലേ. പുതിയ ആശയക്കാരെല്ലാം പറഞ്ഞ് ഞങ്ങളാ സത്യമായ വഴി, ഇതാണ് സത്യം വഴി, ഇങ്ങനെയാണ് നബി ജീവിച്ച്. നീ ഓരോരാളും പറയൽ അങ്ങനെയാണ് പറയും പറ്റാൽ. അതുപോലെ നിങ്ങൾ സാധാരണക്കാർ ചോദിക്കുക, എല്ലാ ഉസ്താദ് അയാളെ പേരും ആയത്തന്നെ ഓതുന്നു, മറ്റവർ ഓതുന്ന ഹരീസ് തന്നെയല്ലേ, അവർ പറയും നീ കുറേ ശരിയില്ലേ, എല്ലാവരും ആയത്താ ഓതുക, എല്ലാവരും അടുത്തേക്ക് വിളിക്കും, ഖാദിയാനി ഓതുന്ന ആയത്തന്നെയാണ്. ചേകനൂർ ഓതിന ആയത്താണ് നിസ്കാരം 3 ഉള്ളൂ. ചേകനൂർ പെരിയൂർ കോളേജ് പാസ്സായ ബാക്കവിയാണ്, ആയത്ത് ഹദീസ് ഓതിയിട്ട് തന്നെയല്ലേ നിസ്കാരം 3 കൊണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും പറയും ഞങ്ങളതാണ് സത്യവഴി, ഞങ്ങളതാണ് സത്യവഴി, ഞങ്ങളതാണ് സത്യവഴി. ആയി നിങ്ങൾ ദുനിയാവിൽ ആരെയും നോക്കണ്ട തിരിയാൻ, ആരെ പതാകയും കൂടിയൊന്നും നോക്കണ്ട. പിന്നെ അത് അല്ലാഹ് ഖുർആൻ തന്നെ പറഞ്ഞു, സത്യവഴിയിലേക്ക് പടച്ചവനെ ഞങ്ങളെ തീർക്കണം എന്ന് പറഞ്ഞിട്ട് അല്ലാഹ് നിർത്തിയിട്ടില്ല. സിറാത്തല്ലദീന അൻഅംത അലൈഹിം, അതായത് നീ അനുഗ്രഹിച്ച ആളുകളുടെ വഴിയിൽ അല്ലേ, നീ അനുഗ്രഹം ചെയ്ത ആളെ വഴി. ഈ അനുഗ്രഹം ചെയ്ത ആൾ ആരാ? ടാറ്റയും പറളിയും നാട്ടിലുള്ള കമ്പളക്കാരും അതൊക്കെ അള്ളാഹ് അനുഗ്രഹം ചെയ്ത് തന്നെ. പക്ഷേ ഈടെ അതല്ല ഉദ്ദേശം. കാരണം ഖുർആൻ കൊണ്ട് വിശദീകരിക്കും, ഖുർആൻ ഹദീസ് കൊണ്ട് വിശ്വസിക്കും. അതിൽ ഒന്നാമത്തെ തഫ്സീർ ഖുർആൻ കൊണ്ട് തന്നെ വിശ്വസിയാക്കലുണ്ട്. നീ അനുഗ്രഹിച്ച ആൾ ആരാണെന്ന് മറ്റൊരായത്തിൽ അള്ളാഹു തആല വിശ്വസിക്കുന്നുണ്ട്. ഫൗലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ഖുർആൻ മറ്റൊരായത്തിലുള്ള വിശദീകരിക്കുന്നുണ്ട്. അവർ മുഅ്മിനീങ്ങളായ സജ്ജനങ്ങളായ ആളുകൾ അള്ളാഹ് അനുഗ്രഹിച്ചവരെ കൂടെയാണ്. കാറൂനും ഫിറൗനും എല്ലാം അള്ളാഹ് വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. അവരൊന്നുമല്ല. അള്ളാഹ് അനുഗ്രഹിച്ചവരാരാമിന നബീന, നബിമാർ, സിദ്ദീഖീങ്ങൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലെ ഓരോ നബിമാർ അടുത്ത ആളുകൾ, നബീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ശുഹദാ സാലിഹീങ്ങളായ ആളുകൾ, നബിമാർ, സിദ്ദീഖീങ്ങൾ, ശുഹദാവ് മർഹത്താവ് റളിയല്ലാഹു അൻഹു ഷഹീദല്ലേ, ഷഹീദായി കൊല്ലപ്പെട്ട ആളല്ലേ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു ഷഹീദായി കൊല്ലപ്പെട്ടവരല്ലേ. അവരെ വഴി റസൂലുള്ളാഹിൻ്റെ കാലത്ത് ഞാൻ മുസാഫൊന്നും വാങ്ങില്ല എൻ്റെ പേരിൽ. റസൂലുള്ളാഹിൻ്റെ കാലത്ത് ഉപ്പുള്ള മുസാഫ് ഉണ്ടായിട്ടില്ല, ഒരു യുസൂൻ്റെ മുസാഫ് ഉണ്ടായിട്ടില്ല. ഞാൻ നബിൻ്റെ കാലത്ത് ജീവിച്ച പോലെ ഞാൻ ജീവിക്കുള്ളൂ. പരപ്പനങ്ങാടി മുസാഫ് ഉണ്ടായിട്ടില്ല, ദുബൈയിലെ മുസാഫ് ഉണ്ടായിട്ടില്ല. കയ്യിൽ നിന്ന് കാണാപ്പാടാക്കുക. സഹാബത്തിൻ്റെ ഭാഗത്ത് അങ്ങനെ കുറേ ആൾക്ക് കുറേ ആയത്തെ എല്ലാം പാടാ കുറേ ഉണ്ടെങ്കിലും ചില ആൾക്ക് ചിലതേ പാടുള്ളൂ. ഇനി എൻ്റെ പേർക്ക് മുസാഫൊന്നും വേണ്ട, മുസാഫിനെ ചുട്ടി വയ്ക്കാവുന്ന ഒരാൾ പറഞ്ഞാൽ ഓനും ഓതാ ഹദീസ് തന്നെ. നബിൻ്റെ കാലത്ത് മുസാഫില്ലല്ലോ, നബിൻ്റെ കാലത്ത് മുസാഫ് ഉണ്ടായിട്ടില്ല, റസൂലുള്ളാഹിൻ്റെ കാലത്ത് ഒരൊറ്റ മുസാഫ് ഉണ്ടായിട്ടില്ല. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് മുസാഫിൻ്റെ കാര്യം പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വഫാത്തായപ്പോൾ കള്ളൻ നബിമാർ ഇങ്ങോട്ട് വരാൻ തുടങ്ങി. മുസൈലമത്തുൽ കദ്ദാബ് ഇങ്ങോട്ട് വന്ന്, കള്ളൻ നബിമാർ വന്ന് കുറേ ആൾ സക്കാത്ത് കൊടുക്കൂല എന്ന് പറഞ്ഞ് യുദ്ധം തുടങ്ങി, എത്രയോ ആൾ മരിച്ച്.
കളരിമാരുടെ യുദ്ധത്തിൽ ഖുർആൻ മനപ്പാടാക്കിയ ആളുകളൊക്കെ വഫാത്തായി പോകാൻ തുടങ്ങി. ഇൻഷാ അല്ലാഹ് ബാക്കി നാളെ.